നമസ്കാരം, വെൽക്കം ടു സ്റ്റഡി ലിങ്ക്സ്. നമ്മളിന്ന് 7ാം ക്ലാസ്സിലെ അടുത്ത യൂണിറ്റ്, രണ്ടാമത്തെ യൂണിറ്റ്. എന്താണ് എൻ്റെ പേര്? ഇമാജിനേഷൻ. ഈ രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, കുട്ടികൾക്കൊക്കെ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കല്പം അല്ലേ, എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്യാന്നല്ല, സങ്കല്പിക്കുക, മനസ്സിൽ കാണുക, അതാണ്. അപ്പോൾ നോക്കൂ, ആ കുട്ടി എന്തൊക്കെയോ ഇമാജിൻ ചെയ്യുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു സേയിങ്സ് ഉണ്ട്. ആര് പറഞ്ഞാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? The true sign of intelligence is not knowledge but imagination. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തിന്റെ സൈൻ? ഇന്റലിജൻസിന്റെ. ഇന്റലിജൻസ് പറഞ്ഞാൽ ബുദ്ധിയിലെ, ബുദ്ധി വൈഭവം, ബുദ്ധിയുടെ ഒക്കെ പിന്നെ യഥാർത്ഥ സൈൻ എന്ന് പറയുന്നത് എന്താണ്? നോളജ്, അറിവല്ല, പക്ഷെ എന്താണ്? ഇമാജിനേഷൻ ആണ്. നമുക്ക് സങ്കല്പിക്കാനുള്ള ആ സങ്കല്പങ്ങളാണ്. കാരണം ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് ആണല്ലോ പല ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതും തത്വചിന്തകന്മാരും ഒക്കെ കണ്ടുപിടിക്കുന്നതും ഒക്കെ എന്താണ്? സങ്കല്പിക്കാൻ അവർക്ക് സാധിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ് കൊടുത്തിട്ടുള്ളത്? അടുത്ത പേജ് നോക്കൂ. ലുക്ക് അറ്റ് ദ ഫോളോവിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻസ് ബിലോ. അവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രങ്ങളും ആ ചിത്രങ്ങൾ താഴെ ഒരു 6 ചിത്രങ്ങളും കൂടെ ഓരോ ക്യാപ്ഷൻസും കൊടുത്തു. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് ഒരു ഡോളിന്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഐ ലവ് മൈ ഡോൾ വെരി മച്ച്. ഞാൻ എന്റെ ഡോളിനെ, പാവയെ എന്ത് ചെയ്യുന്നു? വളരെയധികം സ്നേഹിക്കുന്നു. സെക്കൻഡ് വൺ, ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവറി ഡേ. ആ ഡോളിനെ ഞാൻ എന്നും കുളിപ്പിക്കും. ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി. ആ എന്നും എന്ത് കഴിക്കാൻ കൊടുക്കും. ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഞാൻ കുറെ കഥകൾ എന്ത് ചെയ്യുന്നുണ്ട്? വായിച്ചു കേൾപ്പിക്കും. ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ്. ഈവനിങ്ങില് എന്ത് ചെയ്യും? ഡോളിന്റെ കൂടെ കളിക്കും. ഐ ലവ് മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. എന്ത് ചെയ്യും? താരാട്ട് പാടി ഉറക്കും. അപ്പൊ അങ്ങനെ ഡോള് നമുക്കറിയാം, കുട്ടികളൊക്കെ സാധാരണയായിട്ട് എന്ത് ചെയ്യും? ഡോൾ ഉണ്ടെങ്കിൽ ഡോളിനെ വെച്ചിട്ട് കളിക്കുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം. നിങ്ങൾക്കൊരു ഡോള് ഉണ്ടാവില്ലേ? നിങ്ങൾ പലർക്കും ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഡോൾസ് ഉണ്ടായിരുന്നു. അപ്പം ഹൗ ഡിഡ് യു ടേക്ക് കെയർ ഓഫ്? നിങ്ങൾ എങ്ങനെയായിരുന്നു അതുമായിട്ട് കളിച്ചിരുന്നൊരു ചോദ്യം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലൊക്കെ തന്നെയായിരിക്കും ഒരുവിധ കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അടുത്ത നമ്മൾ പാഠത്തിലേക്ക് പോവുകയാണ്. ഹിയർ ഈസ് ആൻ അനക്ഡോട്ട് അബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ഒരു അനക്ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ കഥകൾക്കാണ് അനക്ഡോട്ട്. വളരെ ചെറിയ കഥ, ചെറുകഥ എന്നൊക്കെ നമ്മൾ പിന്നെ പറയില്ല, ആ ടൈപ്പിൽ വരുന്ന കഥകളാണ്. ദി ജർമ്മൻ റൈറ്റർ ഫ്രാൻസ് കഫ്ക അല്ലെ. ഫ്രാൻസ് കഫ്ക എന്ന് പറയുന്ന എവിടുത്തെ റൈറ്ററാണ്? ജർമ്മൻ റൈറ്ററാണ്. പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ. അദ്ദേഹം എന്താണ്? അദ്ദേഹമാണ് അതിലെ ഒരു മെയിൻ ക്യാരക്ടറും അയാൾ തന്നെയാണ് ചെറിയ കഥയിൽ. ഇറ്റ് വാസ് ആൾസോ അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എന്തുണ്ട്? ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ കഥ പറയുന്നുണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എ ഡോൾസ് ജേർണി. ജേർണി എന്ന് പറഞ്ഞാൽ അറിയാവുന്നതാണല്ലോ, യാത്രയാണ്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് കാർത്തിക് വായിക്കും. It was a Saturday afternoon. Kafka was walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. Kafka joined her in searching for the doll unsuccessfully. He consoled her. He also promised her that he would meet her the next day to continue looking for the doll. The next day they met at the park in the evening. ചെറിയ സ്റ്റോറിയാണ് ശരിക്കും. ഈ സ്റ്റോറിയിൽ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചാൽ കിട്ടാവുന്ന ഒരു കഥ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ന്യൂ വേർഡ്സോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൽ ആക്ടിവിറ്റീസ് ആണ് ചാപ്റ്റർ അവസരം കൂടുതലുള്ളത്. ചാപ്റ്റർ അല്ലെങ്കിൽ ഈ സ്റ്റോറി വളരെ ചെറിയൊരു സ്റ്റോറിയാണ്. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഇറ്റ് വാസ്, അതായിരുന്നു എന്ത്? ഒരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു. ഉച്ചയ്ക്കുള്ള സമയം വൈകുന്നേരമായിരുന്നു. കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലെ ഒരു പാർക്കിൽ കൂടെ കഫ്ക എന്ത് ചെയ്യായിരുന്നു? നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ. അദ്ദേഹം ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷി ഹാഡ് ലോസ്റ്റ് ഹർ ഫേവറേറ്റ് ഡോൾ. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇഷ്ടപ്പെട്ട ഡോളിനെ നഷ്ടപ്പെട്ടത് കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അദ്ദേഹം മീറ്റ് ചെയ്തു, കണ്ടു. Kafka joined her in searching for the doll unsuccessfully. അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയുടെ കൂടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, തിരയാൻ തുടങ്ങി. പക്ഷെ അൺസക്സസ്ഫുൾ ആയിരുന്നു, വിജയിച്ചില്ല. കാരണം ഡോളിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഈ കൺസോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമാധാനിപ്പിക്കാം, കംഫർട്ടഡ് അല്ലെങ്കിൽ സമാധാനിപ്പിക്കുക. കൺസോൾഡ് എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിച്ചു, അവളെ സമാധാനിപ്പിച്ചു അദ്ദേഹം.
He also promised her, അവളോട് എന്ത് ചെയ്തു? പ്രോമിസ് ചെയ്തു, ഉറപ്പ് കൊടുത്തു. എന്ത് ഉറപ്പ് കൊടുത്തു? That he would meet her the next day, അടുത്ത ദിവസം അവളെ അവിടെ മീറ്റ് ചെയ്യാം, അവളെ കണ്ടുമുട്ടാം. To continue looking for the doll. അടുത്ത ദിവസം എന്ത് ചെയ്യാം? നാളെ നമുക്ക് ഡോളിനെ തരാം എന്ന് പറഞ്ഞ ഉറപ്പൊക്കെ കൊടുത്തു, പ്രോമിസ് ചെയ്തു. Then next day, അടുത്ത ദിവസം they met at the park in the evening. അവരെന്ത് ചെയ്തു? വീണ്ടും കണ്ടുമുട്ടി. എവിടെ? പാർക്കില്. മെറ്റ്, MET, മെറ്റ് എന്ന് പറഞ്ഞാല് ഏതിന്റെ പാസ്റ്റ് ടെൻസാ? നമ്മൾ പറഞ്ഞ മീറ്റ്, MWT, മീറ്റ് എന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ്. കണ്ടുമുട്ടി, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ? വായിക്കൂ. What did Kafka promise the girl? കഫ്ക എന്താണ് പിന്നെ ഗേൾ എന്താണ് പ്രോമിസ് കൊടുത്തത്? എന്താ പ്രോമിസ് കൊടുത്തുള്ളത്? Kafka promised the girl that he would meet her the next day to continue looking for the lost doll. അതെ, നഷ്ടപ്പെട്ട ഡോളിനെ തരാൻ വേണ്ടി അടുത്ത ദിവസം വീണ്ടും പാർക്കിൽ മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ ആൻസർ. എന്നാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്, അതാണ് ആൻസർ അല്ലേ? നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. അവിടെ ഒരു പിക്ചർ കൊടുത്തില്ലേ? പാർക്കിലെ കുട്ടിയും അദ്ദേഹം കഫ്കയും കുട്ടിയും പെൺകുട്ടിയും കൂടി ഇരിക്കുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചോളൂ. After searching for some time, Kafka pretended that he had found a letter under a bench in the park. He gave the letter to the girl. Kafka had pretended the letter which was meant to be from the drawer. Don't worry about me, the letter said. I'm on a trip around the world. It's really exciting. I will tell you everything when I'm back. Okay. After searching for some time, കുറച്ച് നേരം എന്ത് ചെയ്തു? അടുത്ത ദിവസം അവർ തെരഞ്ഞു, അവിടെയൊക്കെ തെരഞ്ഞു. കഫ്ക പ്രിറ്റൻഡ് നമ്മൾ എന്ത് ചെയ്യുക? നടിക്കുക അല്ലേ? ശരിക്കും അല്ലാത്ത എന്തോ അഭിനയിക്കുക, എന്തോ കാഴ്ച ചെയ്യുന്ന പോലെ കാണിച്ചു. എന്ത് കാണിച്ചു? pretended that he had found a letter, ഒരു കത്ത് found, കണ്ടെടുത്തതായിട്ട്. എവിടെ? under the bench in the park, പാർക്കിന്റെ ബെഞ്ചിന്റെ താഴെ നിന്ന് ഒരു കത്ത് കിട്ടിയതായിട്ട് അയാൾ നടിച്ചു പറഞ്ഞപ്പോൾ ശരിക്കും അവിടുന്ന് കിട്ടിയതല്ല എന്നാണ് അർത്ഥം അല്ലെ? pretended കിട്ടിയതുപോലെ അയാൾ എടുത്തു. he gave the letter to the girl. ആ ലെറ്റർ എന്ത് ചെയ്തു? പെൺകുട്ടി കൊടുത്തു. Kafka had prepared the letter. കഫ്കന്റെ പ്രിപ്പയർ ചെയ്ത ലെറ്റർ അദ്ദേഹം തന്നെ തയ്യാറാക്കിക്കൊണ്ടുവന്ന ലെറ്റർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അടിച്ചു ബെഞ്ചിന് കീഴിൽ കിട്ടിയതുപോലെ കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട്. which was meant to be from the doll. ആരെഴുതിയ പോലത്തെ ഒരു കത്താണ്? ഡോൾ എഴുതിയതായിട്ടുള്ള കത്ത് അദ്ദേഹം വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവന്നിട്ട് ബെഞ്ചിന് താഴേന്ന് എടുത്തുള്ള പോലെ കാണിച്ചു, പ്രൊറ്റൻഡ് ചെയ്തു. എന്താണ് കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഡോണ്ട് വറി അബൌട്ട് മീ. എന്നെ കുറിച്ച് ആലോചിക്കണ്ട, എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്ക, എന്നെ കൊണ്ട് വിഷമിക്കണ്ട, എന്നെ പറ്റി ചിന്തിക്കണ്ട, വിഷമിക്കണ്ട അല്ലെ, വറി ചെയ്യണ്ട. ദ ലെറ്റർ സെഡ്, എന്താണ് ലെറ്റർ പറഞ്ഞത്? ഐ ആം ഓൺ എ ട്രിപ്പ്. ഞാനൊരു ട്രിപ്പിലാണ്, ഒരു യാത്രയിലാണ്. എങ്ങോട്ട്? അറൗണ്ട് ദ വേൾഡ്. ലോകം ചുറ്റി, ലോകം മുഴുവൻ. ഞാൻ ഡോള് കത്തെഴുതിയേക്കാണ്. എന്താ കുട്ടിക്ക്? ഞാൻ ലോകം മുഴുവൻ. അപ്പൊ ഡോള് ഒരു കത്തെഴുതി വെച്ചിട്ട് ചോട്ടി വെച്ചിട്ട് പോയതാണ് എന്ന് കുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കത്ത് എഴുതിക്കൊണ്ടു. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. നല്ല എക്സൈറ്റിംഗ്, വളരെ എന്താണ്, നമുക്കൊരു ആകാംക്ഷയുള്ള അല്ലെ, നമുക്ക് ആകർഷിക്കാൻ തരുന്ന ഒരു യാത്രയാണ് യാത്ര. ഐ വിൽ ടെൽ യു എവറിഥിങ്. ഞാൻ നിന്നോട് എന്ത് പറയാം? എല്ലാം പറയാം. വെൻ ഐ ആം ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ നിന്നോട് എല്ലാം പറയാം. ഇത്രയാണ് ആ കത്തിലുണ്ടായിരുന്ന ഉള്ളടക്കം അല്ലെ? നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകണം. നെക്സ്റ്റ് പാരഗ്രാഫ്. The girl continued to receive letters from the doll. She wrote about her adventures in detail. The letters delighted the girl. This went on for some time, but Kafka noticed that the girl was becoming moody as day passed. She badly wanted her doll to come back, and Kafka felt that he could not make up letters indefinitely. Finally, he found out a way. എന്ത് സംഭവിച്ചു? ദ ഗേൾ കണ്ടിന്യൂഡ് റിസീവ് ലെറ്റേഴ്സ്. വീണ്ടും അടുത്ത ദിവസങ്ങളൊക്കെ ഒരു മീറ്റ് ചെയ്യുന്നുണ്ടാവായിരിക്കും അല്ലെ? വീണ്ടും എന്ത് ചെയ്യും? കുട്ടിക്ക് കത്തുകൾ കിട്ടാൻ തുടങ്ങി. അതായത് ദിവസവും കൽഫ്ക്ക് എന്ത് ചെയ്യും? ലെറ്റർ ഓരോ ബാക്കിയായിട്ട് കത്തുകൾ എഴുതിക്കൊണ്ടിരും. മിക്കവാറും ഡോളർ സ്ഥലങ്ങൾ കണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തൊക്കെയോ കത്തുകൾ കൊണ്ടുവരാൻ പറയും. അങ്ങനെ കുറെ ദിവസങ്ങൾ അല്ലേ? ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര യാത്രക്കാണ് സാഹസികമായ കാര്യങ്ങൾ, എന്തൊക്കെയോ സാഹസികമായ യാത്രകൾ അല്ലെങ്കിൽ കാണുന്ന യാത്രയിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചുകൊണ്ട്. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഹേൾ. ഗേളിനെ എന്ത് ചെയ്തു? സന്തോഷിപ്പിച്ചു, ഡിലൈറ്റ് ചെയ്യിപ്പിച്ചു. ദിസ് വെന്റ് ഓൺ ഫോർ സം ടൈം. കുറെ ദിവസങ്ങൾ അല്ലെ കുറെ നാളുകൾ ഇങ്ങനെ കടന്നുപോയി. ബട്ട് കഫ്ക നോട്ടീസ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ്. എന്താണ്? കുറെ ദിവസം ഗ്ലൂമി ആവുക, 3 വർഷം ഗ്ലൂമി, വിഷമിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുട്ടിക്ക്. കത്ത് കിട്ടിയപ്പോൾ ദിവസവും ഇങ്ങനെ കത്തുകൾ മാത്രം വരുന്നു, ഡോളിനെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം ആ കുട്ടിയിലുണ്ട് എന്നുള്ളത് ആര് മനസ്സിലാക്കി? കഫ്ക മനസ്സിലായി.
She badly wanted her doll to come back. എന്ത് ചെയ്തു? ഡോള് തിരിച്ചു കിട്ടണമെന്ന് അതിയായിട്ട് ബാഡ്ലി വാണ്ട വളരെ അധികമായിട്ട് എന്ത് ചെയ്തു? കുട്ടിക്ക് ആവശ്യമുണ്ടായി തിരിച്ചു വരണം. കാരണം കത്തിന് എക്സൈറ്റ്മെന്റ് എല്ലാം പോയി കണ്ടേ പറ്റുള്ളൂ ഡോളിനെ. ആൻഡ് കഫ്ക ഫെൽറ്റ്, കഫ്കക്ക് എന്ത് ഫീൽ ചെയ്തു? ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ ഫീലിന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ? ഫീൽ ചെയ്തു. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്തു. എന്ത് ഫീൽ ചെയ്തു? എന്ത് തോന്നി? that he could not make up letters indefinitely. ഒരു ഡെഫിനറ്റ് അടുത്ത ദിവസം അല്ലാതെ അനന്തമായിട്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കത്ത് എഴുതിക്കൊണ്ടേ ഇരിക്കാൻ പോവില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എത്ര ദിവസം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും? ദിവസം. അപ്പൊ തന്നെ കുട്ടി ആകെ ഒരു ഗ്ലൂമി ആവാനും തുടങ്ങി. ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട്, ഒരു വഴി അദ്ദേഹം കണ്ടെത്തി. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? എന്താണ്? വൈ വാസ് ദി ഗേൾ മൂഡി? വൈ വാസ് ദ ഗേൾ മൂഡി? അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? എന്തുകൊണ്ടാണ് ഗേള് മൂടിയാട്ടിക്കുന്നത് ആവാനുള്ള കാരണം എന്തായിരുന്നു? The girl was moody because she badly wanted her doll to come back, and the letters alone were not enough to make her happy anymore. The girl was moody because she badly wanted her doll to come back. എന്താണ്? ഡോള് തിരിച്ച് വരണം വേണ്ടിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ലെറ്റേഴ്സ് എലോൺ വെർ നോട്ട്, ലെറ്റേഴ്സ് ആവശ്യമായില്ല. എന്തിന്? അവളെ വീണ്ടും തുടർച്ചയായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിർത്താൻ വേണ്ടി ലെറ്റേഴ്സ് മതിയാവാതെ വന്നു. അതുകൊണ്ടാണ് കുട്ടി മൂടിയായിട്ട് വന്നത്. അടുത്ത പാരഗ്രാഫ് വായിച്ചോളൂ. There were no letters for some days. Then one day Kafka told the girl that the doll was engaged to be married. He had met her while on a trip to another part of the country. Kafka also told her that she had even introduced him to the young man she was going to marry. She was sorry that she could not write letters for some time. She promised that she would be writing as soon as the preparations for the wedding were over. There were no letters for some days. കുറച്ച് ദിവസം ഉണ്ടായില്ല, ലെറ്റേഴ്സ് കത്തുകളൊന്നും വന്നില്ല. Then one day, ഒരു ദിവസം Kafka told the girl that the doll was engaged to be married. കഫ്ക എന്ത് പറഞ്ഞു? ഡോള് വിവാഹം കഴിക്കാൻ വേണ്ടി എൻഗേജ് ആയി, വിവാഹം ഉറപ്പിച്ചു. He had met her while on a trip to another part of the country. രാജ്യത്തെ വേറെ സ്ഥലത്തേക്ക് പോയപ്പം അദ്ദേഹം ഡോളിനെ കണ്ടു. അപ്പൊ ഡോൾ പറഞ്ഞു എന്ത്? കല്യാണം ഉറപ്പിച്ചു. കഫ്ക also told her that she had even introduced him to the young man she was going to marry. അവളെ ഡോളിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പരിചയപ്പെടുത്തി കൊടുത്തു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു, കുട്ടിക്ക് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ട്. She was sorry that she could not write letters for some time. കുറച്ചു കാലത്തേക്ക് ലെറ്റർ എഴുതാൻ പറ്റിയില്ല എന്നുള്ളതിൽ സോറി, വിഷമമുണ്ട്. She promised that she would be writing as soon as the preparations for the wedding were over. കല്യാണത്തിലെ പ്രിപ്പറേഷൻസ്, ഒരുക്കങ്ങളൊക്കെ എന്ത് ചെയ്യും? കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും കത്ത് എഴുതാമെന്ന് അവള് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ്. The girl was happy to hear from her doll, but she wondered when she would be able to see her again. The girl was happy. കേൾക്കാൻ വേണ്ടി സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലും അവൾ എന്ത് ചെയ്യുന്നു? അവള് വളരെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എന്നാണ് വീണ്ടും കാണാൻ പറ്റുക എന്നുള്ളൊരു ആകാംക്ഷ, അത്ഭുതമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഇത്രയാണ് കഥ വരുന്നത്. അപ്പൊ ഒരു ചെറിയ കഥയാണ്. പിന്നെ അതിലൊന്നുകൊണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടല്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? There were no letters for some days. Why? കുറെ കാലത്തേക്ക് എന്തുണ്ടായില്ല? ലെറ്റേഴ്സ് ഉണ്ടായില്ല. എന്താണ് കാരണം? There were no letters for some days because Kafka was trying to figure out a way to end the story about the doll's adventure. ഡോളിന്റെ അഡ്വഞ്ചറിന്റെ കഥ നിർത്താൻ വേണ്ടിയിട്ട് കഫ്ക ശ്രമിച്ചു. അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹം ലെറ്റർ ഒന്നും എഴുതാൻ, കാരണം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അനന്തമായിട്ട് എഴുതാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ. Do you like the story? Do you like the ending of the story? Suggest another ending. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പിന്നെ നിങ്ങൾ ഈ സ്റ്റോറിയുടെ എൻഡിങ് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ സ്റ്റോറി പറഞ്ഞിരിക്കുന്ന എൻഡിങ് എങ്ങനെയാണ്? എന്താണ്? കല്യാണം കഴിക്കാൻ വേണ്ടിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഡോളിനെ മീറ്റ് ചെയ്തപ്പോ വേറെ പാർട്ട് ഓഫ് ദ കൺട്രിയിൽ എന്ത് ചെയ്തു? അപ്പൊ പോയപ്പോ അദ്ദേഹം ഡോളിനെ മീറ്റ് ചെയ്തപ്പോ ഡോൾ എന്ത് പറഞ്ഞു? ഞാൻ എൻഗേജ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് പ്രിപ്പറേഷൻ ഒക്കെ കഴിയുമ്പോ എഴുതാമെന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് എന്റെ എൻഡ്. ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് ചോദിച്ചു. എന്തെഴുതാം?
I think the ending is sweet because it gives the girl some closure, but it is also a little sad that the doll won't be coming back. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാവുന്ന ഒരു ഉദാഹരണമാണ് എന്ത്, ഐ തിങ്ക് ദ എൻഡിങ് ഈസ് സ്വീറ്റ്. കൊള്ളാം, നല്ല എൻഡിങ് ആണ്. ബിക്കോസ് എന്താണ്, ഗേൾസ് ഒരു കഥയ്ക്ക് ഒരു അവസാനം ഉണ്ടാക്കി, എന്നാലും ഒരു സാഡ് വിഷമമുള്ള കാര്യം എന്താണ്, കുട്ടിക്ക് ആ ഡോളിനെ തിരിച്ചു കിട്ടിയില്ല. അപ്പൊ ഇതിലൊക്കെ സജസ്റ്റ് അനദർ എൻഡിങ്, വേറെ ഏതെങ്കിലും ഒരു എൻഡിങ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറ്റിയ ഒരു എൻഡിങ് നിങ്ങൾ എഴുതാം. ഒരു ഉദാഹരണം ഞാനിവിടെ വായിച്ചുതരാം. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന മറ്റേതും ഈ കഥയ്ക്ക് പറ്റിയ ഒരു എൻഡിങ്, ഒരു അവസാനം വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഒരെണ്ണം ഇവിടെ എഴുതിയിട്ട് ഒന്ന് വായിക്കാറുണ്ട്. Kafka could have written a final letter from the doll saying that she had found a new home with another little girl who needed her. The doll could promise to always remember her first owner and thank her for all the love and adventures they shared. This way, the girl would understand that the doll is happy and loved, even though she won't see her again. ഒരു ഉദാഹരണം അല്ലേ, കഫ്കയ്ക്ക് എഴുതാൻ പറ്റുന്നു. ഡോൾ സെയിങ് ദാറ്റ് ഷി ഹാഡ് ഫൗണ്ട്, പുതിയൊരു വേറൊരു വീട് കണ്ടുപിടിച്ചു, വേറെ കുട്ടിയെ കിട്ടി, നിന്നെ ഞാൻ എന്നും ഓർമ്മിക്കുന്നുണ്ട്, നമ്മുടെ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഞാൻ എന്നും ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെയും വേണമെങ്കിൽ എഴുതാമായിരുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ ഒരുപാട് കഥ കണ്ടുപിടിക്കാം അല്ലേ. വേണമെങ്കിൽ വേറെ ഡോളിനെ ഇദ്ദേഹത്തിന് കഫ്കയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കാമായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ നിനക്ക് അയക്കാണ്, ഞാൻ വേറെ അങ്ങനെ വേണം, അപ്പൊ കുട്ടിക്ക് ഡോൾ കിട്ടി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏത് ഐഡിയ നിങ്ങൾക്ക് ഇതിലേക്ക് എഴുതാം. ഇപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. കാരണം ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ആക്ടിവിറ്റി കുറേ നീളം കൂടും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ഈ ചാപ്റ്റർ വീണ്ടും വായിക്കുക. അധികം ന്യൂ വേർഡ്സ് ഒന്നുമില്ല, സിമ്പിളായിട്ട് വായിക്കാൻ പറ്റിയാണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. ന്യൂ വേർഡ്സ് ഉള്ളതും അറിയാത്ത വേർഡ്സ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലും അതിന്റെ സ്പെല്ലിങ്ങും മീനിങ് ഒക്കെ പഠിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, 7ാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക. എനിവേ, താങ്ക് യു, ബൈ.